ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോള് വരുമെന്ന്. അത് കാരണം ഞാൻ പെട്ടെന്ന് കോള് വന്നപ്പോൾ എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് നീ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ പറയും, ഇനിയും പറയും. അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി. ഇത് കണ്ടോ ഭാഗ്യലക്ഷ്മി പറയുന്ന വീഡിയോ നമ്മൾ കണ്ടത്. അടുത്ത് ഭാഗ്യലക്ഷ്മി പറയാണ് ദിലീപിനെ സ്നേഹിക്കുന്ന ആരോ, ദിലീപിന്റെ ആരാധകരാരോ ഭാഗ്യലക്ഷ്മിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അനാവശ്യം പറഞ്ഞു, അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഭാഗ്യലക്ഷ്മിയോട് നല്ല ആരോടും ഒരു സ്ത്രീയോട് അങ്ങനെ പറയാൻ പാടില്ല. കാരണം അവരവരുടെ ആശയങ്ങൾ പുറത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഭാഗ്യലക്ഷ്മി പറയുന്നതുകൊണ്ട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഭാഗ്യലക്ഷ്മി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിച്ച ഒരാളാണ്. സുഗതകുമാരി അമ്മേനെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ ഓഫീസിലോട്ട് കയറി ചെന്ന് അയാളുടെ മേത്ത് കുറച്ച് കരിയോല് ഒഴിച്ച് അയാളുടെ ചെവിട്ടൊക്കെ കടിച്ച് അയാളുടെ ഷർട്ടിനും കുത്തി പിടിച്ച് അയാളുടെ ഷർട്ടും കീറി. ഞാൻ കണ്ടോണ്ടിരിക്കാൻ അത് ആ വീഡിയോക്ക് അത് കാണിക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി ഇങ്ങനെ കുത്തിരി പിടിക്കുമ്പോൾ അയാൾ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോണ്ടല്ലോ ഭാഗ്യലക്ഷ്മി പറയുന്നതെന്ന് വെച്ചാൽ നീ എൻ്റെ കൈ വിടണം, നീ എൻ്റെ മേത്ത് തൊട്ടിട്ടുണ്ട്, കേസ് വേറെ ആവുന്നു. അതായത് അവര് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്ത്രീയാന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരെ വേറൊരാൾ ചീത്ത വിളിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും അവരോട്. അത് സ്വാഭാവികമാണ്. അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല. കാരണം അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല. പക്ഷെ അത് ഭാഗ്യലക്ഷ്മി പറയരുത്. കാരണം ഭാഗ്യലക്ഷ്മി അത് മറ്റൊരു പറഞ്ഞതിനേക്കാളും ഓപ്പോസിറ്റ് അത് പ്രവർത്തിച്ച് കാണിച്ചുള്ള സ്ത്രീയാണ്. അവർ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളെ ചീത്ത വിളിക്കുകയോ നിങ്ങളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയോ ചെയ്തിട്ടില്ല, ആസിഡ് ഒഴിച്ചിട്ടില്ല. അവർ ആസിഡ് ഒഴിക്കുക പറയും. ഭാഗ്യലക്ഷ്മി പക്ഷെ അതല്ല. ഭാഗ്യലക്ഷ്മി അവരുടെ വീട്ടിൽ പോയി ഒരാളെ കുത്തിന് പിടിച്ചു. അതായത് ഭാഗ്യലക്ഷ്മിക്ക് യാതൊരു ബന്ധമില്ലാത്ത സുഗതകുമാരി അമ്മേനെ എന്തെങ്കിലും പറയുന്നു, അങ്ങനെ ഭാഗ്യലക്ഷ്മി അത് കേട്ടോണ്ടിരുന്നാൽ പോരെ. ഇപ്പൊ ദിലീപിനെ നിങ്ങൾ ചീത്ത പറയുമ്പോൾ, നിങ്ങൾ ദിലീപിനെതിരെ നിങ്ങൾ ഡെയിലി പോസ്റ്റ് ഇടുമ്പോൾ ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ നിങ്ങളെ ചീത്ത വിളിച്ചെന്ന് വരും. കാരണം നിങ്ങൾ കാണിച്ച അതേ പരിപാടി തന്നെയാണ് അവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളത് യോഗ്യതയുള്ളവരായിരിക്കണം അത് പറയുമ്പോൾ. നിങ്ങളത് പ്രവർത്തിച്ചിട്ടില്ലായിരിക്കണം. കാരണം അവരെ അടിച്ചതിന് നിങ്ങൾ കേസ് എടുത്തിട്ട് ഒളിവിൽ പോയിട്ടുള്ള ആളാണ്. നിങ്ങളത് ചെയ്തിട്ടുണ്ട്, അവരത് ചെയ്തിട്ടില്ല. അവരത് ഇപ്പൊ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളത് ചെയ്ത് കാണിച്ചാണ്, പ്രാബല്യത്തിൽ ചെയ്ത് കാണിച്ചാണ്. ഇതിന് കുറെ ആൾക്കാരുണ്ട്. വേറൊരു വീഡിയോയുടെ ഞാൻ കാണിച്ചു തരാം. ദിലീപ് ഭാഗമായി സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ഞാൻ ഇപ്പൊ കാണിച്ച വീഡിയോ കണ്ടോ? ഇപ്പൊ കാണിച്ച വീഡിയോക്കകത്ത് ശ്രീലക്ഷ്മി അറക്കരാ പറയുന്നത്. അതായത് ഞാൻ ദിലീപിന്റെ എല്ലാ പടങ്ങളും ബഹിഷ്കരിക്കും. ദിലീപ് ഒരു ബലാത്സംഗ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ പടങ്ങളും ബഹിഷ്കരിക്കുന്നു. അതിജീവിതനെ ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബഹിഷ്കരിക്കുന്നു. വേറൊരു കാര്യം നോക്കിക്കോളാം. അതായത് ആ തൊട്ടപ്പുറം നിൽക്കുന്ന ഫോട്ടോയിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ 2 സ്ത്രീകൾ ഡയറക്റ്റായിട്ട് പോലീസിലേക്ക് എന്നെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ കേസിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തെ നിരന്തരമായിട്ടുള്ള കേസുകൾ വേറെ പിടിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് കഞ്ചാവ് കേസ് പിടിച്ചിട്ടുണ്ട്. ഇതൊന്നും അവർക്ക് തെറ്റുകളല്ല. ഈ കഞ്ചാവോ ഒരാളെ കൊല്ലുന്നൊന്നും തെറ്റല്ല. ഈ കൊട്ടേഷൻ ഡയറക്റ്റ് ബലാത്സംഗം ചെയ്താലും ചില കോടതിയിൽ അവർ പറഞ്ഞ പോലെ, അവരുടെ ആ വക്കീൽ പറഞ്ഞ പോലെ ദിലീപാണ് ഡയറക്റ്റ് ബലാത്സംഗം ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. മറ്റുള്ളവർ വിട്ട് ചെയ്തുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഇവർ ഡയറക്റ്റ് ബലാത്സംഗം ചെയ്തവരെ ഇവർക്ക് വലിയ പ്രശ്നമില്ല. ഈ ശ്രീലക്ഷ്മിക്കോ ഭാഗ്യലക്ഷ്മിക്കോ ഈ ലക്ഷ്മിമാർക്കൊന്നും ഡയറക്റ്റ് ബലാത്സംഗം ചെയ്തവർക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല. ഈ കൊട്ടേഷൻ കൊടുത്ത ഇവർക്ക് പ്രശ്നമാണ്. അതായത് ആരെങ്കിലും ഏൽപ്പിച്ചാൽ പാടില്ല. നമ്മൾ ഡയറക്റ്റ് പോയി ചെയ്താൽ കുഴപ്പമില്ല. ഇവർക്ക് 2 പേർക്കും കുഴപ്പമില്ല. ഇവർ 2 പേർക്കും അവാർഡ് ദാനത്തിലും പങ്കെടുക്കും, ആ ജൂറിയിലും പങ്കെടുക്കും. ഞാൻ രാജിവെക്കത്തില്ല. പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വേറൊരു സ്ത്രീ പറയുന്നത് കേൾക്കണം. ഞാൻ ദിലീപ് അഭിനയിച്ചൊരു പടവും കാണില്ല. ദിലീപിന്റെ അതായത് ദിലീപ് ഇനി ഒരു പരസ്യത്തിൽ അഭിനയിച്ചു ആ പ്രോഡക്റ്റ് തന്നെ ഉപേക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ ഇവര് മറ്റേ പൾസർ സുനിയാണ് 1ാം പ്രതി. ഇവർ റോട്ടിൽ കൂടെ ഓടുന്ന പൾസറിനൊക്കെ ഇവർ തീ വെക്കും. പൾസറിനെ മറ്റേ അള്ളു വെച്ച് പൾസറിനൊക്കെ താഴെയിടും. പൾസറിനോട് ദേഷ്യം പറഞ്ഞല്ലോ അങ്ങനെയാണ്. കാരണം പൾസർ സുനിയല്ലേ ഈ കേസിൽ 1ാം പ്രതി. അത് മാത്രമല്ല അങ്ങനെ ദിലീപിനെതിരെ ദേഷ്യം. ദിലീപ് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ മൊത്തം നിരസിക്കാതാണെങ്കിൽ ഈ നടി പോലും ദിലീപിന്റെ ഫസ്റ്റ്, അതായത് ഈ നടിയുടെ ഇൻഡിവിജ്വലായിട്ട് നായകമായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ പടം CID മൂസയാണ്. കാരണം ഞാൻ പറയുന്നില്ലേ ആ സ്ത്രീയെ അപമാനിക്കാനൊന്നും പറയുന്നത് നല്ലത്. ആ സ്ത്രീ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ ഉണ്ട്. ആ കേസിൽ വെറുതെ വിട്ടൊരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടാതിരിക്കാനാണ് ഈ പറയുന്നത്. ദിലീപ് കൊണ്ടുവന്നാണ് വിനീത് ശ്രീനിവാസന്. ദിലീപിന്റെ ഫസ്റ്റ് പടത്തിലെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനാകുന്നത്. അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന്റെ പടമൊക്കെ ഒരു ലോകം മൊത്തം ബഹിഷ്കരിക്കുക. ഇദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ബഹിഷ്കരിക്കുക. ഇതെന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? ബഹിഷ്കരണം എന്ന് പറയുന്നത് ഈ ഗോത്രവർഗ്ഗങ്ങളുടെ ചിന്താഗതിയാണ്. ഈ ഭ്രഷ്ട് കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. ആധുനിക സമൂഹം നിങ്ങൾക്ക് അവരുടെ പടം കാണാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, അത് വേണ്ട, നമ്മൾ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണത്. പക്ഷെ ഇത് അവർ ഇങ്ങനെ അല്ലല്ലോ എന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ പടം കാണാനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഒപ്പീനിയനാണ്. പക്ഷേ അദ്ദേഹം ആ ഒരു കേസിൽ നിന്നും രക്ഷപ്പെട്ടു. അതായത് ആ കേസിൽ നിന്നും അദ്ദേഹത്തിന്റെ രീതിയിൽ വാദിച്ച് അദ്ദേഹം അവിടുന്ന് ജയിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് ആ കേസിൽ യാതൊരു പങ്കുമില്ലെന്ന് കോടതി വിധിച്ച ആളാണ്.
പിന്നെ അത് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതിന് 100% ന്യായമുണ്ട് അദ്ദേഹത്തിന്. കാരണം അങ്ങനെ ഒരു കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ കേസ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് കേസ് തെളിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ കോടതി വെറുതെ വിട്ടിട്ട് നിങ്ങൾ പറയുന്നതാണ് അദ്ദേഹം പിന്നെയും ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ കണ്ട കണക്കാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെളിവുകളില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്, തെളിവുകളില്ലാത്ത കാര്യങ്ങൾ.